പ്രചാരണത്തിരക്കൊഴിയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനിക്കാൻ എത്തും. സുരക്ഷയുടെ ഭാഗമായി കന്യാകുമാരിയിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. 2000-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ കന്യാകുമാരി സന്ദർശനത്തിൽ ഇടപെടാൻ ആകില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നത്. കന്യാകുമാരിയിൽ നിന്നും VA ഗിരീഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗിരീഷ്, എന്തൊക്കെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, വൈകുന്നേരത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ ഏകാന്ത ധ്യാനത്തിനായി കന്യാകുമാരിയിൽ എത്തുന്നത്. വൈകുന്നേരം 3:55 അദ്ദേഹം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ ഇവിടേക്ക് തിരിക്കും. ഇവിടെ 4:35 കൂടി കന്യാകുമാരിയിൽ ഹെലിപ്പാഡിൽ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം കന്യാകുമാരിയിലെ PWD ഗസ്റ്റ് ഹൌസിലായിരിക്കും വിശ്രമിക്കുക. ഇതിനൊക്കെ ശേഷം ഏതാണ്ട് 5:10 കൂടി അദ്ദേഹം റോക്ക് ജെട്ടിയിൽ എത്തുകയും ഇവിടെ നിന്ന് ബോട്ടിൽ വിവേകാനന്ദ പാറയിൽ എത്തുകയും ചെയ്യും. 5:15 കൂടി അദ്ദേഹം വിവേകാനന്ദ പാറയിലെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ധ്യാനത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതും ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളതും. ഏതായാലും ഇതിനുവേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വിവേകാനന്ദ പാറയിലേക്ക് ആളുകളെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇന്ന് ആരെയും തന്നെ കയറ്റിവിടുന്നില്ല. വിവേകാനന്ദ പാറ പൂർണ്ണമായിട്ടും SPGയുടെ നിയന്ത്രണത്തിലാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സുരക്ഷയ്ക്കായി 2000-ഓളം പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നു. 8 ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പോലീസുകാരുടെ ഒരു നിയന്ത്രണവും വിന്യാസവും ഏർപ്പെടുത്തിയിരിക്കുന്നത്. കടലിലും അതോടൊപ്പം തന്നെ പ്രത്യേക നിരീക്ഷണമുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും നിരീക്ഷണം കടലിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ നേരത്തെ ധ്യാനത്തിലിരുന്ന 3 ദിവസം ധ്യാനത്തിലിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇത്തവണ പ്രധാനമന്ത്രി എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. നമുക്കറിയാം, നേരത്തെ തെരഞ്ഞെടുപ്പ് ആയിരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ തുടക്കത്തിലൊക്കെ ദക്ഷിണേന്ത്യയിലായിരുന്നു അദ്ദേഹം BJP ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു ദക്ഷിണേന്ത്യയിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും രാജ്യത്തിന്റെ തെക്കേ അറ്റത്തെ മുനമ്പിലേക്ക് അദ്ദേഹം വീണ്ടും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹെലിപ്പാഡിലും അതോടൊപ്പം തന്നെ അദ്ദേഹം പോകുന്ന വഴികളിലും ഒക്കെ തന്നെ വളരെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഗസ്റ്റ് ഹൌസിൽ നിന്ന് കന്യാകുമാരി ദേവി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തും. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ഈ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ്. ബാരിക്കേഡുകളൊക്കെ വെച്ച് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് പരിമിതമായ ഭക്തർക്ക് മാത്രം മറ്റൊരു വഴിയിലൂടെ അകത്തേക്ക് കയറുകയും ഈ വഴിയിലൂടെ ഇപ്പോൾ നമ്മൾ കാണുന്ന വഴിയിലൂടെ തിരിച്ചിറങ്ങുകയും ചെയ്യുന്ന രീതിയിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വേണു, VA ഗിരീഷാണ് കന്യാകുമാരിയിൽ നിന്നും വിവരങ്ങൾ നൽകി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.